ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ സെയിൽ ചെയ്തൊരു ഫ്രോക്കാണ് കേട്ടോ ഇത്. അതായത് കസ്റ്റമൈസായിട്ട് നമ്മൾ ഫസ്റ്റായിട്ട് ചെയ്ത് കൊടുത്ത ഈ ഒരു മോഡൽ ടൈപ്പ് ഫ്രോക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഒരുപാട് വെറൈറ്റിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്കും കമൻറ്റൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. പരമാവധി നമുക്ക് സപ്പോർട്ട് ചെയ്ത് തരാം. അപ്പോൾ ഇതാ ഈ ഒരു ടൈപ്പൊക്കെ നമ്മൾ 2 കളറിൽ, അതുപോലെ സ്ലീവ്ലെസ് ആയിട്ടും സ്ലീവ് ഉണ്ടായിട്ടും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. വൺ സൈഡായിട്ടൊക്കെ നമ്മൾ ഈ ഒരു ടൈപ്പിൽ ഒരുപാട് ഫ്രോക്കുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണിച്ച ഫ്രോക്കാണ്. അതിൽ കളർ ചേഞ്ച് വന്നിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഫ്രോക്കുകളാണ് ഇതെല്ലാം കേട്ടോ. അപ്പോൾ നമ്മൾ ഹൈനെക്കിലും ഹൈനെക്കില്ലാതെയും ട്രാൻസ്പെറൻറ്റ് നെക്കായിട്ടും ഒക്കെ നമ്മൾ ആ ഒരു ടൈപ്പ് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കളർ തന്നെ ചെയ്യുന്നവർക്ക് ചിലവർക്ക് സ്ലീവ് വേണ്ടി വരില്ല, അതുപോലെ ചിലവർക്ക് ഹൈനെക്ക് വേണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ലാവൻഡർ ലൈറ്റ് പർപ്പിളും കൂടെ നല്ല കളർ കോംബോയിൽ ചെയ്ത ഫ്രോക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിലും നമ്മൾ ചെറിയ വ്യത്യാസം വരുത്തിയിട്ട് അങ്ങനെ ചെയ്തു കൊടുത്തതാണ്. അപ്പോൾ ഇതും അതിൽ സെയിം വരുന്ന ഫ്രോക്ക് തന്നെയാണ്. അതിൽ ഒരു ഫ്രിൽസ് മതി എന്ന് പറയുന്നവർക്ക് നമ്മൾ ഒരു ഫ്രിൽസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. 2 എണ്ണം വേണമെന്ന് പറയുന്നവർക്ക് നമ്മൾ 2 എണ്ണം ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല ഭംഗി തന്നെ ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല ഭംഗിയുള്ള ഫ്രോക്കുകളാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ചെയ്തു പോയ ഫ്രോക്കുകളാണ്. നമ്മൾ ട്രാൻസ്പെറൻ്റായിട്ട് ചെയ്തിട്ടുള്ള സെയിം മെറൂൺ കളറിൽ ചെയ്ത ഫ്രോക്കാണ് കേട്ടോ. അപ്പോൾ ഇതും അത് കണ്ടിട്ട് തന്നെ വന്ന ഫ്രോക്കാണ്. അപ്പോൾ ഇതിൽ ചെറിയൊരു ചേഞ്ച് നമ്മൾ വരുത്തിയിട്ടുണ്ട്. ബെൽറ്റിൻ്റെ ആ ഒരു ഭാഗത്ത് നമ്മൾ നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്കിൻ്റെ ലേസും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ലീവിന് കുറച്ചൊരു ഫ്രിൽസ് പഫ് സ്ലീവ് മോഡലിൽ കൊടുത്ത സ്ലീവാണ് കേട്ടോ. കുറച്ച് നല്ല പൊങ്ങി നിൽക്കുന്ന രീതിയിൽ തന്നെ കൊടുത്തതാണ് കേട്ടോ. ഇതും ആ ഒരു ഫസ്റ്റ് ചെയ്ത സെയിം ഫ്രോക്കിൻ്റെ സെയിം സംഭവം തന്നെയാണ്. ചെറിയൊരു വ്യത്യാസം മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കിയൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. ഈ ഒരു ഫ്രോക്ക് ചെയ്യാനെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കണ പോലെയല്ല കേട്ടോ. ഒരു 15 മീറ്റർ സ്റ്റാർട്ടിങ് തന്നെ ഒരു 15 മീറ്ററോളം മെറ്റീരിയൽ വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് സൈസ് കൂടുന്നതിനനുസരിച്ച് മെറ്റീരിയലിൻ്റെ അളവ് കൂടി വരും. അപ്പോൾ ഒരു 1 ഇയറിന് ഒരു 2.5 ഇഞ്ചിലാണ് നമ്മൾ ആ ഒരു ഫ്രിൽസ് കൊടുക്കുന്നത് വെച്ചാൽ, ഒരു 3 വയസ്സ് 4 വയസ്സ് ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ച് ആ ഒരു ഫ്രിൽസിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 3 ഇഞ്ചൊക്കെ ആക്കിയിട്ട് വ്യത്യാസപ്പെടുത്തെങ്കിൽ ഈ ഒരു ഫ്ലെയറിൽ ഭംഗിയിൽ കിടക്കാനുള്ള ഒരു സൈസായി വരുള്ളൂ. അപ്പോൾ നമ്മൾ 5 മീറ്റർക്കാണ് നമ്മൾ ഈ ഒരു ഫ്രിൽസ് ഇത്രയും ഫ്രിൽസ് ആക്കിയിട്ട് കൂട്ടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ തന്നെ ചെറിയ മാറ്റങ്ങൾ വരുന്ന ഫ്രോക്കുകളാണ് പിന്നീട് നമ്മൾ ചെയ്തതൊക്കെ. ഇത് 2 ഫ്രിൽസാണ് കേട്ടോ. ഇതിൻ്റെ വർക്ക് മെറ്റീരിയൽ കുറച്ച് ഹെവിയാണ്. അതുപോലെ നല്ലൊരു സീ ബ്ലൂ കളറിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതും ആ ഒരു സെയിം സംഭവം തന്നെയാണ്, സിൻഡ്രല്ല ഒരു ടൈപ്പ് ഫ്രോക്ക്. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ ആ ഒരു ഫ്രിൽസ് കുറഞ്ഞാലും ചെറിയൊരു മെറ്റീരിയലിന് കുറച്ച് കുറവ് വരും. ഒരു 3-4 മീറ്റർ മെറ്റീരിയൽ കുറച്ചിട്ട് ചെയ്ത ഫ്രോക്കാണ്. ഈ ഒരു 2 ഫ്രിൽസ് ഇടാൻ തന്നെ ഏകദേശം നമുക്കൊരു 8 മീറ്ററോളം മെറ്റീരിയൽ വരുന്നുണ്ട് കേട്ടോ. അതിലൊരു 4 മീറ്റർ കുറച്ചിട്ട് ചെയ്ത ഫ്രോക്കാണ് അത്. അപ്പോൾ ആ ഒരു ഫ്രിൽസാണ് അതിൻ്റെ ഹൈലൈറ്റായിട്ട് കാണിക്കുന്നതും. അപ്പോൾ ഇത് നമ്മൾ സ്ലീവിലാണ് ഒന്ന് ഹൈലൈറ്റായിട്ട് കൊടുത്തിട്ടുണ്ടായത്. സ്ലീവ് കുറച്ച് പഫായിട്ട് വരുന്ന ബലൂൺസ് ടൈപ്പ് സ്ലീവാണ് കേട്ടോ. റെഗ്ലാൻ സ്ലീവ് എന്നൊക്കെ പറയുമല്ലോ, ആ ഒരു രീതിയിൽ വരുന്ന നല്ല പഫി ആയിട്ട് കിടക്കുന്ന ഒരു സ്ലീവാണ്. ഇതിൽ നമ്മൾ എല്ലാത്തിലും ബാക്കിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ മാത്രം നമ്മൾ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കസ്റ്റമർ അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെ മാറ്റി കൊടുക്കുന്നതാണ് കേട്ടോ ബോയൊക്കെ. ഇത് നമ്മൾ ഹെഡ് ബാൻഡും എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് കസ്റ്റമൈസ്ഡ് തന്നെയാണ്, പക്ഷേ അതിൽ ഫ്രിൽസ് മാത്രം നമ്മൾ കളർ ചേഞ്ച് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റെഡിഷ് മെറൂണാണ് നമ്മൾ ഫ്രിൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഫ്രോക്ക് വന്നിട്ടൊരു നല്ല എന്താ പറയുക, ഇതൊരു കാണുമ്പോൾ നമുക്ക് ഒരു ബോട്ടിൽ ഗ്രീനിൻ്റെ കളറാണെങ്കിലും കറക്റ്റ് നമ്മൾ കുറച്ച് ലൈറ്റായിട്ട് വരുന്ന ഗ്രീനാണ് കേട്ടോ. ഇപ്പോൾ കറക്റ്റ് ഒരു ലൈറ്റ് ഗ്രീൻ എന്ന് പറയാം, പക്ഷേ പറ്റ ലൈറ്റല്ല, എന്നാലൊരു എന്താ പറയുക ഡാർക്ക് ഗ്രീനുമെന്ന് ഒന്ന് കുറഞ്ഞിട്ടുള്ള ഗ്രീനാണ്. അപ്പോൾ ഇതും നമുക്ക് കസ്റ്റമർ തന്നിട്ടുള്ളൊരു മോഡൽസ് തന്നെ ആയിരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ചേഞ്ച് വരുത്തിക്കുന്ന ഫ്രിൽസ് മാത്രം കളർ ചേഞ്ച് ആയിട്ട് അങ്ങനെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കൊടുത്തൊരു ഫ്രോക്കാണ്. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്.
അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം ചെയ്തു പോയ ഫ്രോക്കുകൾ തന്നെയാണ്. ഇതിൽ പല വെറൈറ്റികൾ ചെയ്തിട്ടുണ്ട്. കുറച്ച് മോഡൽസ് മാത്രമാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമുക്കൊരു കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ട് എടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും പരമാവധി സപ്പോർട്ട് ചെയ്ത് തരാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ആയിട്ട് വരുന്നത് വരെ എല്ലാവരോടും ബൈ.